ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്റർ 4. ചാപ്റ്റർ 3 ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി 3 ചാപ്റ്ററുകൾ, ചാപ്റ്റർ 4, 5 and 6. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ 4 എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഓക്കെ, 4th ചാപ്റ്റർ ഈസ് റിലേറ്റഡ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ഫിനോമിനൻ കണ്ടുപിടിച്ചത് ഫാരഡേ ആണ്, മൈക്കൽ ഫാരഡേ. നിങ്ങൾക്ക് ഫാരഡയെ പറ്റി ഞാൻ ആദ്യമേ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ. ഹു ഈസ് ഫാരഡേ? അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ ഫാരഡയുടെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രിയിലും. ഓക്കെ, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ഉണ്ട്. ബെൻസീൻ കണ്ടുപിടിച്ചത് ഫാരഡേ ആണ്, ബെൻസീൻ. അതേപോലെ തന്നെ ഫാരഡയുടെ ബഹുമാനാർത്ഥമാണ് ഈ കപ്പാസിറ്ററിന്റെ യൂണിറ്റ് ഫാരഡ് എന്ന് കൊടുത്തത്. ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്ത ഒരു സയന്റിസ്റ്റ് ആണ് ഈ മൈക്കൽ ഫാരഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ വിളിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ഈ ഫാരഡേയുടെ. ഇനി നമ്മൾ 4th ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക് കടക്കണമെങ്കിൽ വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നറിയണം. അതറിയണമെങ്കിൽ ഫാരഡേസ് എക്സ്പെരിമെന്റ് അറിയണം. വാട്ട് ഈസ് ഫാരഡേസ് എക്സ്പെരിമെന്റ്? ഫാരഡേസ് എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു കോയിലാണ്. ഓക്കെ, ഈ കോയില് വൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഈ കോയിൽ വൗണ്ട് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ വുഡ് ഉപയോഗിക്കാം, വേണമെങ്കിൽ പിന്നെ പേപ്പർ ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ കോയിൽ വൗണ്ട് ചെയ്ത് ഒരു സോളിനോയിഡ് ഫോമിലാക്കിയിട്ടുണ്ട്. ഇത് കോയില് ഒരു പേപ്പറിലോ വുഡിലോ ഒക്കെ വൗണ്ട് ചെയ്ത് ഒരു സോളിനോയിഡ് ഫോമിലാക്കിയിരിക്കുകയാണ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോളിനോയിഡ് ഒരു കമ്പിച്ചുരുളാണ്. അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും ലെങ്ത്. സർക്കുലർ ടേൺസ് ആണ് അതിനകത്തുള്ളത്. അതേപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ലെയർ കാണും. അപ്പോൾ ഈ കോയിൽ വൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പേപ്പറിൽ വൗണ്ട് ചെയ്യാം, വുഡിൽ വൗണ്ട് ചെയ്യാം. എന്നിട്ട് ഈ വൗണ്ട് ചെയ്ത കോയില് ഒരു സോളിനോയിഡ് ഫോമിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ കോയില് ഒരു ഗൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. The end of the coil is connected to galvanometer. Okay, galvanometerലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫാരഡേയുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. വാട്ട് ഈസ് ദിസ് എക്സ്പെരിമെന്റ്? എന്താണ് ഈ ഫാരഡേയുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്? ഫാരഡേ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ കണക്ഷന് അടുത്തായിട്ട് ഇവിടെ ഒരു മാഗ്നറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇതാണ്, സൗത്ത് പോൾ ഇതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെരിമെന്റിന്റെ തുടക്കത്തിൽ we are keeping this magnet stationary. Okay, ഇവിടെ കോയില് വൗണ്ട് ചെയ്തിട്ടുണ്ട്, വുഡിലോ പേപ്പറിലോ വൗണ്ട് ചെയ്യാം. എന്നിട്ട് എൻഡ് ഓഫ് ദാറ്റ് കോയിൽ ഈസ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ. ഓക്കെ, നമ്മൾ ഈ കോയിലിന് അടുത്തായിട്ട് ഒരു മാഗ്നറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മാഗ്നറ്റിന്റെ നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ. at the beginning we are keeping this magnet stationary. നമ്മൾ ഈ മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, then notice, is there any deflection in galvanometer? അപ്പോൾ ഇവിടെ ഈ കോയിലിന്റെ അടുത്തായിട്ട് നമ്മൾ ഒരു മാഗ്നറ്റ് വെച്ചപ്പോണ്ട്, ഇത് മാഗ്നറ്റിന്റെ നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. എന്നിട്ട് നമ്മൾ ഈ ഗൽവനോമീറ്ററിലേക്ക് നിങ്ങൾ നോക്കുക. ഗൽവനോമീറ്റർ നോക്കുമ്പോൾ അതിന്റെ നീഡില് ഡിഫ്ലക്ട് ചെയ്യുന്നില്ല, ഗൽവനോമീറ്ററിന് യാതൊരു അനക്കവും ഇല്ല. ഓക്കെ,
നമുക്ക് ഗൽവനോമീറ്റർ ഇവിടെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ എക്സ്പെരിമെന്റിൽ എന്തുകൊണ്ട് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ഗൽവനോമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൽവനോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട്. കറണ്ടിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടി ഗൽവനോമീറ്റർ യൂസ് ചെയ്യാം, കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയാൻ വേണ്ടി ഈ ഗൽവനോമീറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ ഈ കറണ്ടിന്റെ പ്രസൻസും കറണ്ടിന്റെ സാന്നിധ്യവും ഡിറ്റക്ട് ചെയ്യാൻ ഗൽവനോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ആ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തുമാത്രം കറണ്ട് ഉണ്ടെന്ന് അതിന്റെ ആംബിയർ എത്ര എന്ന് മെഷർ ചെയ്യാൻ നമുക്ക് ഗൽവനോമീറ്റർ ഉപയോഗിക്കാം. കറണ്ടിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് മെഷർ ചെയ്യാൻ ഗൽവനോമീറ്റർ ഉപയോഗിക്കാം. അപ്പോൾ ഈ എക്സ്പെരിമെന്റിന്റെ തുടക്കത്തിൽ വി ആർ കീപ്പിംഗ് ദാറ്റ് മാഗ്നറ്റ് സ്റ്റേഷനറി. നമ്മൾ ആ മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൽവനോമീറ്ററിലേക്ക് നോക്കുക. ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ. ഓക്കെ, നീഡിൽ നോട്ട് ഡിഫ്ലക്റ്റിംഗ്, ഇറ്റ്സ് കോൺസ്റ്റന്റ്. നീഡിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്, ഡിഫ്ലക്ട് ചെയ്യുന്നില്ല. അതിനർത്ഥം കറണ്ട് ഇല്ല, സർക്യൂട്ടിൽ കറണ്ട് ഇല്ല. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐ ആം മൂവിംഗ് ദിസ് മാഗ്നറ്റ് ടുവേർഡ്സ് ദിസ് കോയിൽ. ഞാൻ ഈ മാഗ്നറ്റിനെ കോയിലിനടുത്തേക്ക് മൂവ് ചെയ്യുന്നു. ഞാൻ ഈ മാഗ്നറ്റിനെ കോയിലിനടുത്തേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, കോയിലിനടുത്തേക്ക് മൂവ് ചെയ്യാണ്. ഈ മാഗ്നറ്റിനെ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ഈ കോയിലിനടുത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഇരുന്ന മാഗ്നറ്റ് നേരത്തെ ഇവിടെ ആയിരുന്നു, അത് ഞാൻ കുറച്ചുകൂടെ നീക്കി, അതായത് കോയിലിനരികിലേക്ക് മൂവ് ചെയ്തു. എന്ത് സംഭവിക്കും? ഞാൻ ഇവിടെ നിന്ന് ഈ മാഗ്നറ്റിനെ കുറച്ചുകൂടെ നീക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ഗൽവനോമീറ്ററിന്റെ കോയിൽ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണാം. നീഡിൽ ഓഫ് ദ ഗൽവനോമീറ്റർ ഈസ് ഡിഫ്ലക്റ്റിംഗ് ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ ഞാൻ ഈ മാഗ്നറ്റിനെ കോയിലിനടുത്തേക്ക് നീക്കിയപ്പോൾ ഗൽവനോമീറ്ററിന്റെ നീഡില് റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. ഞാൻ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോളിനെ ഈ കോയിലിനടുത്തേക്ക് മൂവ് ചെയ്യിച്ചു. നോർത്ത് പോൾ ആണ് കോയിലിനടുത്തേക്ക് മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ അവിടെ നോട്ടീസ് ചെയ്യുന്നത്, ഞാൻ ഈ മാഗ്നറ്റിനെ കോയിലിനടുത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ, അതായത് നോർത്ത് പോൾ ആണ് ഇവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത്, കോയിലിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്നത് നോർത്ത് പോൾ ആണ്. ആ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ആണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിനെ കോയിലിനടുത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗൽവനോമീറ്ററിന്റെ നീഡില് റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, വി ആർ മൂവിംഗ് ദിസ് മാഗ്നറ്റ് closer to this coil, then we can notice that there is a deflection in galvanometer. Needle is deflected towards right. ആ നീഡില് റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ മാഗ്നറ്റിനെ ഞാൻ ഈ കോയിലിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ ഗൽവനോമീറ്ററിന്റെ നീഡില് റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. This deflection of needle indicates that there is presence of current in the circuit. ഈ സർക്യൂട്ടില് കറണ്ട് ഉണ്ടായി. ആ കറണ്ടിന്റെ പ്രസൻസ് ആണ് ഈ ഗൽവനോമീറ്റർ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മാഗ്നറ്റിനെ കോയിലിനടുത്തേക്ക് മൂവ് ചെയ്തപ്പോഴത്തേക്ക് ഗൽവനോമീറ്ററിന്റെ നീഡില് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. ഇനി ഞാൻ ഈ മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് വെക്കുകയാണ്. അഗെയിൻ ഐ ആം കീപ്പിംഗ് ദിസ് മാഗ്നറ്റ് സ്റ്റേഷനറി. വാട്ട് വിൽ ഹാപ്പൻ? ഞാൻ ഈ മാഗ്നറ്റിന്റെ നീഡില് മാഗ്നറ്റ് സ്റ്റേഷനറി ആയി വെക്കുമ്പോൾ വീണ്ടും ഗൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ നിൽക്കും. ഗൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ അവിടെ ഇല്ല. ഗൽവനോമീറ്ററിന്റെ സൂചി ഡിഫ്ലക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഗൽവനോമീറ്ററിന് ഒരനക്കവും ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? സർക്യൂട്ടിൽ കറണ്ട് ഇല്ല. ഇനി ഇപ്പോൾ ഞാൻ ഈ മാഗ്നറ്റിനെ കോയിലിന് അടുത്തേക്കാണ് കൊണ്ടുവന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ മാഗ്നറ്റിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഐ ആം മൂവിംഗ് ദിസ് മാഗ്നറ്റ് അവേ ഫ്രം ദിസ് കോയിൽ. അപ്പോൾ കോയിലിൽ നിന്ന് അകലേക്ക് മൂവ് ചെയ്യിക്കുന്നു. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കുന്നു. എന്ത് സംഭവിക്കും? ഞാൻ ഈ മാഗ്നറ്റിനെ
ഈ കോയിലിന് അടുത്ത് നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അകലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ഇവിടെ നിന്ന മാഗ്നറ്റിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുന്നു, അകലേക്ക് മൂവ് ചെയ്യിക്കുന്നു. അപ്പോഴും ഈ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. പക്ഷെ ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ഈ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഈ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, ഏതൊരു ദിശയിലായിരിക്കും നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ മാഗ്നറ്റിനെ കോയിലിൽ നിന്ന് അകലേക്ക് മൂവ് ചെയ്യിച്ചപ്പോൾ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്തു. ആ ഡിഫ്ലക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും മൂവ് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മാഗ്നറ്റിനെ കോയിൽ നിന്ന് അകലേക്ക് മൂവ് ചെയ്യിച്ചപ്പോൾ വീണ്ടും ഗാൽവനോമീറ്ററിന്റെ സൂചി ഡിഫ്ലക്ട് ചെയ്തു. അത് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇപ്പോൾ ഡിഫ്ലക്ട് ചെയ്തത്. ഇനി ഞാൻ വീണ്ടും ഈ മാഗ്നറ്റിനെ സ്റ്റേഷനറി ആയിട്ട് കീപ്പ് ചെയ്യാണ്, അനക്കാതെ വെക്കുകയാണ്. അപ്പോൾ വീണ്ടും ഗാൽവനോമീറ്ററിന്റെ എന്തെങ്കിലും അനക്കമുണ്ടോ എന്ന് നോക്കുക, സൂചിക്ക് എന്തെങ്കിലും അനക്കമുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഈ മാഗ്നറ്റ് വീണ്ടും സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് ഗാൽവനോമീറ്ററിൽ നോക്കുമ്പോൾ അതിന്റെ നീഡിലിന് ഡിഫ്ലക്ഷൻ ഇല്ല, അതായത് സർക്യൂട്ടിൽ കറണ്ട് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് എന്തു മനസ്സിലായി നിങ്ങൾ? ആദ്യമേ ഞാൻ ഈ മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മാഗ്നറ്റ് അനക്കാതെ വെക്കുന്നു. ആ സമയം ഗാൽവനോമീറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിന്റെ നീഡിലിന് ഡിഫ്ലക്ഷൻ ഇല്ല, അതായത് സർക്യൂട്ടിൽ കറണ്ട് ഇല്ല. ആ സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് when magnet is stationary, magnetic flux linked with this coil is constant. Magnetic flux constant ആണ്. അടുത്ത് ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഈ നോർത്ത് പോളാണ് കോയിലിനെ ഫേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ മാഗ്നറ്റിനെ കോയിലിനടുത്തേക്ക് കൊണ്ടുവരുന്നു. മാഗ്നറ്റിനെ കോയിലിനടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. When magnet is moving, towards coil, magnetic flux changes. ഞാൻ ഈ മാഗ്നറ്റിനെ കോയിലിനടുത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്തോ ചെയ്യും? ചേഞ്ച് ചെയ്യും. കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു EMF ഉണ്ടാവും. EMF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഒരു EMF ഉണ്ടാവും, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാവും. എപ്പോൾ ഈ മാഗ്നറ്റിനെ കോയിലിനരികിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു EMF ഉണ്ടാവും. ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. ആ EMF ഒരു കറണ്ടിന് കാരണമാകും. അങ്ങനെ കറണ്ട് ഫ്ലോ സർക്യൂട്ടിൽ നടക്കുന്നതുകൊണ്ടാണ് ഗാൽവനോമീറ്ററിന്റെ നീഡിൽ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഈ മാഗ്നറ്റിനെ സ്റ്റേഷനറി ആയിട്ട് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും?
വീണ്ടും മാഗ്നറ്റിക് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആവും. മാഗ്നറ്റിക് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയാൽ അവിടെ EMF ഉണ്ടാകത്തില്ല. EMF ഉണ്ടായില്ലെങ്കിൽ കറണ്ട് ഉണ്ടാകത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഗാൽവനോമീറ്ററിന്റെ നീഡിൽ അനങ്ങത്തില്ല. അടുത്തത് ഞാൻ ചെയ്യുന്നത്, വീണ്ടും ഈ മാഗ്നറ്റിനെ കോയിലിൽ നിന്ന് അകലേക്ക് മൂവ് ചെയ്യിക്കുന്നു. അങ്ങനെ അകലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ വീണ്ടും കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്തോ ചേഞ്ച് ചെയ്യും. കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ വീണ്ടും EMF ഉണ്ടാവും. ആ EMFന്റെ ഫലമായിട്ട് ഒരു സർക്യൂട്ടിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് ഗാൽവനോമീറ്ററിന്റെ സൂചി ഇടത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഇനി വീണ്ടും ഞാൻ ഈ മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് കീപ്പ് ചെയ്താൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ കറണ്ട് ഉണ്ടാകത്തില്ല, EMF ഉണ്ടാകത്തില്ല, ഗാൽവനോമീറ്ററിന്റെ സൂചി അനങ്ങത്തില്ല. അപ്പോൾ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് ഫാരഡേ എന്ത് പഠിച്ചു? ഇനി വേറൊരു കാര്യമുണ്ട്. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ മാഗ്നറ്റിനെ കോയിലിനരികിലേക്ക് കൊണ്ടുവന്നാൽ എന്തു ചെയ്യും? ഗാൽവനോമീറ്ററിന്റെ സൂചി വളരെ ശക്തമായിട്ട് വലത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഇനി ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ മാഗ്നറ്റിനെ കോയിലിന് അകലേക്ക് മൂവ് ചെയ്യിച്ചാൽ എന്തോ ചെയ്യും? വളരെ ഫാസ്റ്റ് ആയിട്ട് ഗാൽവനോമീറ്ററിന്റെ സൂചി എന്തോ ചെയ്യും? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിന്റെ അർത്ഥം എന്താ? വളരെ ഫാസ്റ്റ് ആയിട്ട് കോയിലിനരികിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ EMF കൂടുതലായിരിക്കും. അപ്പോൾ കറണ്ടിന്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കുമ്പോഴും വളരെ ഫാസ്റ്റ് ആയിട്ട് അകലേക്ക് മൂവ് ചെയ്യിക്കുമ്പോഴും ഈ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. ഈ എക്സ്പെരിമെന്റിൽ നിന്ന് ഫാരഡേ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ whenever magnetic flux linked with a conductor changes an EMF is induced in it. ഒരു കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാവും. ഒരു കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാവും. This EMF is known as induced EMF. ഈ EMFനെ വിളിക്കുന്ന പേരാണ് induced EMF. This phenomenon is known as electromagnetic induction. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഫാരഡേ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലാക്കിയത്, whenever magnetic flux linked with a conductor changes, an EMF is induced in it. This EMF is known as induced EMF and this phenomenon is known as electromagnetic induction. Okay.